റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ തണൽ യൂണിറ്റായ ഖിദ്മ തണൽ സ്നേഹവീട്ടിൽ ആദരം സംഘടിപ്പിച്ചു. ഒരു വർഷത്തെ റെസിഡൻഷ്യൽ തൊഴിൽ പരിശീലനം നേടിയ ശേഷിയിൽ ഭിന്നരായ യുവാക്കളെയും പുതുതായി ട്രെയിനിങ്ങിന് തിരഞ്ഞെടുത്തവരെയും ഇവർക്ക് സ്ഥാപനങ്ങളിൽ ജോലി നൽകിയ തൊഴിൽ ദാതാക്കളെയുമാണ് ആദരിച്ചത്. അവേരയിലുള്ള സ്നേഹവീട്ടിൽ ചേർന്ന യോഗത്തിൽ ആദരിക്കൽ ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ ദൈവം ജന്മം നൽകിയ പ്രിയ മക്കള് പലപ്പോഴും അവരുടെ മാനസിക വളർച്ചക്കുറവുകൊണ്ട് ശരീരത്തിൻ്റെ ബലഹീനതകൾ കൊണ്ട് അവർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ എൻ്റെ മക്കളായി എനിക്ക് ലഭിച്ചല്ലോ, ഇതെന്ത് പരീക്ഷണമാണ് എന്നിലൂടെ ദൈവം തമ്പുരാൻ നടപ്പാക്കുന്നത് എന്ന് വിഷമിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ മാതാപിതാക്കളുടെ മുമ്പിൽ ഒരുപക്ഷെ അവരെ മരണത്തിലേക്ക് തള്ളിവിടണോ എന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സമൂഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പ്രത്യേകമായ വരദാനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തണൽ അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കുറുവ അവേരയിലുള്ള തണൽ സ്നേഹവീട്ടിൽ വെച്ച് ട്രെയിനിംഗ് നൽകുന്നത്. തണൽ ഏറ്റെടുത്ത് നടത്തുന്ന 22 ആരോഗ്യ വിദ്യാഭ്യാസ പുനരധിവാസ പദ്ധതികളിൽ ഏറെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ശേഷിയിൽ ഭിന്നരായ യുവാക്കൾക്ക് നൽകുന്ന തൊഴിൽ പരിശീലനവും അവരെ സ്വയം പര്യാപ്തതയിലെത്തിക്കാനുള്ള സംരംഭവും. ഭിന്നശേഷിക്കാരായ യുവാക്കൾ തന്നെയായിരുന്നു യോഗം സംഘടിപ്പിച്ചതും നേതൃത്വം നൽകിയതും. യോഗത്തിൽ തണൽ ലൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പൂർവ്വ വിദ്യാർത്ഥികളായ ജുമൈൽ TMV സ്വാഗതവും അമിത് PV അധ്യക്ഷതയും വഹിച്ചു. തൊഴിൽ അധിഷ്ഠിത പുനരധിവാസം പദ്ധതിയുടെ വിശദീകരണം തണൽ സോഷ്യൽ വർക്കർ വിഭാഗം തലവൻ ബൈജു ആയാടത്തിൽ വിശദീകരിച്ചു. പ്ലേസ്മെന്റ് നേടിയവരെ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ P ബിജു, കോൺവൊക്കേഷൻ ചടങ്ങ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ C ദിവ്യയും പുതിയ ബാച്ചിന് സ്വീകരണം പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാറും ഇൻഫിനിറ്റോൺ തണൽ ഇന്റർ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയവരെ തണൽ പ്രസിഡന്റ് VV മുനീറും ആദരിച്ചു. ഡോക്ടർ P സലീം, ഭിന്നശേഷിക്കാരായ യുവാക്കളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തണൽ സ്നേഹവീട് സെക്രട്ടറി മുഹമ്മദ് മൻസൂർ ഈട്ടി നന്ദി രേഖപ്പെടുത്തി.